അപ്പോൾ ഏത് കമ്പനിയുടെയാണ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുന്നത്? ഞാൻ ടെസ്ല. എങ്ങനെ ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്. ഇതിനു മുമ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ? അതെ 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 വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് എത്തിയേ? വന്നിട്ട് കുറച്ച് നേരമായി. നല്ല തിരക്ക്. 3 കമ്പനികളുടെ അടക്കം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവസരമുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ആണെങ്കിൽ എക്സാടെക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു ജോബ് ഫെയർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പല കമ്പനികൾ 30-ലധികം കമ്പനികളാണ് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകുവാനുള്ളൊരു അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ? നന്നായിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്ത പോലെയാണോ ചോദ്യങ്ങളൊക്കെ വന്നത്? അതെ, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ്. ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. ഏത് കമ്പനിയുടെയാണ് അറ്റൻഡ് ചെയ്തത്? മുത്തൂറ്റിൻ്റെ. ജോലി കിട്ടിയിരിക്കുകയാണല്ലേ? സന്തോഷം. ഇപ്പോഴേ ടെൻഷൻ മാറിയില്ല, എക്സൈറ്റ്മെന്റിലാണോ? അതെ. ഏത് കമ്പനിയാണ്? ഞാൻ മെട്രോ ക്രാഫ്റ്റ്. +2 മുതലുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട്, ഡിഗ്രി ഉള്ളവരുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തുന്നവർ ഏറെ സന്തോഷമുണ്ട്. തിരിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആകാംക്ഷയോടുകൂടിയാണ്, ടെൻഷനോടുകൂടിയൊക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എത്തിയത്. എന്നാൽ ഏറെ സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടിയൊക്കെ മടങ്ങി പോകുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ? നന്നായിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. വിശ്വാസത്തോടു കൂടിയാണ് എത്തിയത്? അതെ അതെ. ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉറപ്പാണ്? അങ്ങനെ പറയാം. അഭിനന്ദനാർഹമായ ഒരു പ്രവൃത്തിയാണ് എക്സാടെക് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വിദ്യാഭ്യാസം നേടി ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുള്ള നാടാണിത്. ഇത്തരത്തിലുള്ള ജോബ് ഫെയറിലൂടെ അവർക്ക് അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. അതും ഒരു ചിലവുമില്ലാതെ ഇവിടെ ഫ്രീ കോസ്റ്റിലാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. 33ഓളം കമ്പനികൾ, വിവിധ തരത്തിലുള്ള കമ്പനികൾ ഇവിടെ എത്തുകയും അവരെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ആയിരക്കണക്കിന് തൊഴിലന്വേഷകർ എത്തുകയും ചെയ്തിരിക്കുകയാണ്. കമ്പനികൾക്കിത് ഗുണകരമാണ്. കാരണം സ്പോട്ടിൽ വെച്ച് തന്നെ അവർക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം, അതുപോലെ തന്നെ ജോലി തേടുന്നവർക്കും ഇത് വലിയൊരു അവസരമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രവർത്തനം എക്സാടെക് നടത്തുന്ന ഈ പ്രവർത്തനം ശ്ലാഘനീയമാണ്. അത് തുടരുന്നതിന് കഴിയട്ടെ. ഇങ്ങനെ സീസണലായി ജോബ് ഫെയറുകൾ സംഘടിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വലിയ സഹായകമായിരിക്കും. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇന്ന് ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ കൃത്യമായി അത് ഉദ്യോഗാർത്ഥികളുടെ അടുത്തേക്ക് എത്തുന്നില്ല. ഇന്ന് എംപ്ലോയേഴ്സ്, ഞാനിപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മോഡൽ കരിയർ സെൻറ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെയാണ്. ഈ ഒരു പ്രോഗ്രാം മോഡൽ കരിയർ സെൻറ്റർ ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വേക്കൻസികൾ, സ്വകാര്യ മേഖലയിൽ വരുന്ന വേക്കൻസികൾ ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഡ്രൈവുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എംപ്ലോയീസിൻ്റെ കൃത്യമായിട്ടുള്ള ആവശ്യം സ്കിൽഡായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനെ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി എക്സാടെക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയും പൊതുമേഖലയൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ 30-ലധികം കമ്പനികൾ ഇവിടെ എത്തി, നിരവധി ഉദ്യോഗാർത്ഥികൾ എത്തി. ഇപ്പോൾ +2 കഴിഞ്ഞ് എത്തിയ കുട്ടികളെ പോലെ നമുക്ക് കാണാം. നിരവധി പേരുണ്ട്. മറ്റൊരു മനസ്സിലാകുന്ന ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ഇത്രയും തൊഴിൽ അന്വേഷികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു നാട്ടിലുള്ള പ്രശ്നമാണ്. കാര്യം ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യത്തെ തരത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി ആദ്യം നമ്മൾ ഓർഗനൈസ് ചെയ്തതും. അതിൽ വിവിധ കമ്പനികൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും കൂടുതൽ കമ്പനികൾ വരികയായിരുന്നു ചെയ്തത്. നമുക്ക് അതിൽ ചില കമ്പനികൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിയും വന്നിട്ടുണ്ടായിരുന്നു. വന്നവരെല്ലാവരും തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു.
പ്രതികരണവും നല്ല, അത് കുട്ടികളുടെ പ്രതികരണമായാലും അതുപോലെ തന്നെ അവർ ചിലർ ഇതുവരെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇൻ്റർവ്യൂയുടെ ഫിയറും മാറിക്കിട്ടും. എന്താണ് കൊണ്ടുവരേണ്ട രേഖകൾ, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അവർ ഇവിടെ വന്നതിന് ശേഷം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിത്ത്, എവിടെ നിന്നാണ് വരുന്നത്? ചിറയൻകീഴ്. അപ്പോൾ ജോലി കിട്ടിയിരിക്കുകയാണല്ലേ? സന്തോഷം. ഇപ്പോഴാ ടെൻഷൻ മാറിയില്ല, എക്സൈറ്റ്മെന്റിലാണോ? അതെ. ഏത് കമ്പനിയാണ്? ഞാൻ മെട്രോ ക്രാഫ്റ്റ്. ആദ്യമായിട്ടാണോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? അല്ല, രണ്ടൊന്ന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയിരിക്കുകയാണ്, ആ ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയാനുള്ള എക്സാടെക്കിൽ ഈ ഒരു അവസരം നൽകിയതിനൊപ്പം ജോലിയും കിട്ടി? വളരെ സന്തോഷമുണ്ട്. എന്താ പറഞ്ഞവർ? വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അത് ഓരോ മേഖലയാണ്, നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞതോ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു? വിളിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു നീസും ഇതിൽ പങ്കെടുക്കാൻ വന്നു, അവളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇനി ഷീ ഹാസ് ടു ഡിസൈഡ് ഇറ്റ് വെദർ ടു ജോയിൻ ഓർ നോട്ട്. പക്ഷേ ഏതായാലും ടോട്ടലി ഐ ഓൾസോ അഗെയിൻ അപ്രീഷിയേറ്റ് ആൻഡ് കൺഗ്രാജുലേറ്റ് ദീസ് ഫാദർ ആൻഡ് സൺ മോഹൻ ആൻഡ് വിഷ്ണു ഫോർ ആൾ ദെയർ ഗുഡ് എഫേർട്സ്. മേ ഗോഡ് ബ്ലസ്. താങ്ക് യു. 5 ഞങ്ങൾ ഫെബ്രുവരി 1 ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും, 2025 ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ, നമുക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ, നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇന്നേ തന്നെ അതിൻ്റെ റൂട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യുക, ജോബിലേക്ക് എടുത്ത് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അവർ പോവാത്തത് എന്താണ്, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഒന്നുകിൽ അവരെ തേടി എന്ത് ചെയ്യില്ല, കമ്പനികളുടെ നോട്ടിഫിക്കേഷൻ കാണാതെ പോകുന്നത്, ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഇഷ്യൂസ്, പല കാര്യങ്ങൾ കൊണ്ടും കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഈ ഇൻ്റർവ്യൂ പ്രോസസ്സിലോട്ട് എത്തുന്നില്ല. അപ്പം നമ്മളെ എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ എക്സാടെക് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഇപ്പം സാധാരണ രീതിയിലാണെങ്കിലും ഒക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്തും. അപ്പോൾ അവരെ ഇവിടെ എത്തിക്കുക എന്നുള്ളത് പ്രധാനം. അതുപോലെ തന്നെ കമ്പനികൾ വെറൈറ്റി ഓഫ് കമ്പനീസ് കൊടുക്കുക എന്നുള്ളത് അതിലും പ്രധാനമാണ് അല്ലേ. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു കൊല്ലത്ത് പോകുന്ന കുട്ടിക്ക് അത്രയും ചിലവോടുകൂടിയാണ് അവർ ഒരു കമ്പനി എടുത്തിട്ട് ചിലപ്പോൾ ഫെയിലാവാം, സക്സസ് ആവാം, അത് തിരിച്ചു വരികയുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിരവധി കമ്പനികളുണ്ട്, എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു ജോബ് ഫെയറിൽ ഭാഗമായിട്ടുള്ള മുത്തൂറ്റ് ഫിൻകോർപ്പ് നമ്മോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാടെക്കിൻ്റെ ഭാഗമായി ഒരു ജോബ് ഫെയറിൽ ഉദ്യോഗാർത്ഥികൾ തേടുമ്പോൾ എങ്ങനെയാണ് ഒരു റെസ്പോൺസ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും? മുത്തൂറ്റ് ഫിൻകോർപ്പിനെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് 50 പേരോളം നമുക്ക് വന്നു. അതിനകത്ത് നമുക്കൊരു 10-15 പേരേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്ക് തന്നെ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് ഓഫർ ലെറ്റർ റിലീസ് ചെയ്യാനും പറ്റും. നല്ല രീതിയിലുള്ളൊരു ഇനിഷ്യേറ്റീവാണ്. നമ്മളിതുപോലെ ആറ്റിങ്ങിലും ഒക്കെ നമുക്കിതുപോലെ ഉണ്ടായിരുന്നു, പല സ്ഥാപനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമുക്ക് ജോലി കൊടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ എക്സാടെക്കിൻ്റെ ഈ ഉദ്യമനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഒരു 15 പേരോളം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 5 പേർക്ക് നമ്മൾ ഉടനെ ഓഫർ നമ്മൾ റിലീസ് ചെയ്യുകയും ചെയ്യും. വെറും ഒരു ജോലിയല്ല, തിരഞ്ഞെടുക്കാം ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, hospitality, travel and tourism, Montessori Teachers Training Course (TTC), Computer Programming Courses മുതലായ ഡിപ്ലോമ കോഴ്സുകൾ, ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാംസ്, MBA, BBA, BCom, MCom, BA, MA, സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമുകൾ, അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് കോഴ്സുകളും എക്സാടെക്കിൽ ലഭ്യം. സർട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. എക്സാടെക്, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, വെഞ്ഞാറമൂട്, ട്രിവാൻഡ്രം.